പ്രേക്ഷകരെ നമ്മൾ ഒരുപാട് പറ്റിക്കുന്ന പോലാവും. വലിയൊരു അഭിപ്രായം എനിക്കില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു ആവറേജ് പടം കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വലിയൊരു അഭിനയം പിന്നെ മമ്മൂക്കയുടെ കാര്യം നമുക്ക് പറയണ്ട. അപ്പോൾ പുള്ളിക്ക് ഏത് ക്യാരക്ടർ കിട്ടിയാലും പുള്ളി കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. അഭിനയത്തിലൊക്കെ നല്ലതാണ്, ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. പക്ഷേ പറഞ്ഞ വലിയൊരു സിനിമയെന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം പ്രേക്ഷകരെ നമ്മൾ പറ്റിക്കുന്ന പോലെ ഇപ്പോൾ സിനിമ ആവറേജേ ഉള്ളൂ, നമുക്ക് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ബോറടിപ്പിക്കില്ല എന്നുള്ള ഒരു ഞാൻ പറയില്ല. അങ്ങനെ സിനിമയെ നമ്മൾ മോശമായിട്ട് സംസാരിച്ച് അവഹേളിക്കില്ല. പക്ഷേ 2025 മമ്മൂക്കയുടെ വർഷമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം പറയേണ്ടിയിരിക്കും. വർഷത്തിൽ കടക്കാൻ സാധ്യത കുറവാണ്. ഇനിയുള്ള സിനിമകൾ വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വ്യക്തിപരമായ ഒപ്പീനിയനാണ്. ഇനി പ്രേക്ഷകർ പറയട്ടെ, തീരുമാനിക്കട്ടെ. വലിയ സിനിമയെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടില്ല. കാരണം നാളെ ഇതിന് വേറെ ഇത് റിവ്യൂവർമാർ പറയട്ടെ. അശ്വന്ത് ഗോഖലെ പോലുള്ള പെടാൻ റിവ്യൂവർമാരുണ്ട്, അവർ പറഞ്ഞ് സിനിമ പോസ്റ്റ് ചെയ്യണം. ഇതെന്ന് പറയാൻ പറ്റില്ല. അതായത് എന്തോ ഒരു പോരായ്മ പോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് ലാഗടിച്ചു, അങ്ങനെ ഒരു തോന്നൽ തോന്നി. പെർഫോമൻസ് ഒക്കെ കിട്ടുന്നത് തന്നെ നമുക്ക് ഈ പ്രായത്തിൽ അതിൽ ആക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെ മോൻ പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു വൺ ടൈം വാച്ചോടുകൂടി അത്ര ഒരു പ്രതീക്ഷയുള്ള ഒരു പടം അത്രേ ഉള്ളൂ. ഇതിൽ കാഴ്ച വെച്ചിട്ടില്ല. വളരെ ലാഗോടെ വളരെ തല്ലിപ്പൊടിയായിട്ട് കൂട്ടുന്നത്. മമ്മൂട്ടി കമ്പനിയിലെ ആദ്യത്തെ പൊട്ടപ്പടാണിത്. ഇത് തുടർച്ചയാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അത്രയ്ക്ക് ലാഗാണ് പടം. കണ്ടിരിക്കാൻ കൊള്ളില്ല. പൈസ പോയത് വെച്ചാൽ അത്രയാണ്. അതിലപ്പുറത്തും പറയാൻ പൊട്ടപ്പടത്തിന് പൊട്ടപ്പടം എന്ന് പറയാൻ രക്ഷയില്ല. എല്ലാ പടത്തിനും നമുക്ക് നല്ല പറയാൻ പറ്റില്ല. നല്ലത് കണ്ടാലില്ല നല്ല പറയാൻ പറ്റില്ല.